കിടക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. ഒരുപാട് നാളായില്ല ലോങ് വീഡിയോ ഇട്ടിട്ട്. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എന്താണെന്നറിയാമോ? കുഞ്ഞേ അച്ഛനില്ല, അച്ഛൻ ഓഫീസ് കാര്യത്തിന് വേണ്ടി പോയി. മോളില്ല, ഓഫീസ് മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്. രാവിലെ കൊണ്ടുപോകുന്ന മോനും കൊണ്ടുപോകും വൈകുന്നേരം. അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാം ചെയ്ത് അവൻ്റെ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി അച്ഛനെയും കാണാത്തതുകൊണ്ട് ഒരു വിമിഷ്ടമൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു മോങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് മുകളിലൊക്കെ കൊണ്ടുപോയി. എപ്പോഴെപ്പോഴും എനിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, അവിടെ സ്ട്രീറ്റ് പപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കൂല കേട്ടോ. ഞാനും ഇവനും വീഴും. ഇവൻ വലിച്ചെടുത്തുകൊണ്ട് ഓടുമ്പോൾ ഞാൻ വീഴും. പിന്നെ അങ്ങനെയൊക്കെ മുട്ടൊക്കെ എനിക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് അധികം കൊണ്ടുപോകാറില്ല. ഗേറ്റിൻ്റെ പുറത്തൊന്നും നിർത്തുന്നല്ലാതെ റോഡ് സൈഡിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രീറ്റ് പപ്പീസ് ഓടി വരും കേട്ടോ ഇവനെ കണ്ടുകൊണ്ട്. നമ്മൾ കയ്യിൽ വടിയെന്ന് പറഞ്ഞാൽ അടിക്കാനൊന്നുമില്ല, വെറുതെ അവരെ പേടിപ്പിക്കാൻ വേണ്ടി വെക്കുന്നതേ ഉള്ളൂ. എന്നാലും ഇപ്പം വലിച്ചെടുത്തുകൊണ്ട് പോവേ. അപ്പോൾ അത് കാരണം ഇവിടെയൊക്കെ മോൻ വന്നാൽ വൈകുന്നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവനോട് ഒരു കിണിങ്ങലൊക്കെ കിണിങ്ങി കേട്ടോ. ഇപ്പോൾ അച്ഛനൊന്നും ടൈമിന് കാണാനില്ലല്ലോ, അച്ഛൻ നാളെ വരും. അപ്പോൾ കിണിങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കുറേ തുണികളൊക്കെ അത് കൊണ്ടുവന്ന് ഇട്ടേക്കണം. അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കട്ടെ, മോന് ഇവിടെ വന്ന് കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കിടപ്പാണ് ആ കാണുന്നത് കേട്ടോ. കിടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ബലവും ശക്തിയും ഒക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പൊന്നു. പറഞ്ഞേ അമ്മിച്ചു കണ്ണൊന്നും അടച്ചിട്ടില്ല, അതേ കണ്ടോ. സുഖത്തിന് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇന്ന് ഭയങ്കര ചൂടും. ഞാൻ തുണിയൊക്കെ മടക്കി വെക്കട്ടെ, അതുവരെ കിടന്നു. തുണികളൊക്കെ മടക്കി വെച്ചു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അപ്പുറത്ത് മകനും ഇരിപ്പുണ്ട്, മോനും ഇരിപ്പുണ്ട്. പിന്നെ എവിടെയുണ്ട്? അപ്പം ഞാനും മോനും കുറച്ച് സന്തോഷത്തിലൊക്കെ പാടാം കേട്ടോ. ഒരു 4 ലൈൻ പാടാം. അവനിങ്ങനെ എൻ്റെ അടുത്ത് കിടക്കുന്ന നല്ല പണികളായിരുന്നു കേട്ടോ. മമ്മി ഇങ്ങനെ പാട്ട് പാടിയതൊക്കെ. നമ്മൾ വലിയ പാട്ട് ട്രെയിൻ സിംഗറൊന്നും അല്ല കേട്ടോ. പൂങ്കുയിലേ പൂങ്കുയിലേ നാനെത്തന നാളാന കാത്തിരിപ്പേ, നാനെത്തന നാളാന കാത്തിരിപ്പേ, நான் தானே கன்னி பொண்ணு நீனும் வாடாதே ரோஜா கண்ணு நானும் വാടാതെ റോജാ കണ്ണ്. മമ്മിയുടെ റോജാ കണ്ണാണിത്. മമ്മിയുടെ റോജാ കണ്ണ സ്കൂബി. പാട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പാടിക്കൊടുക്കും. നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ കുഞ്ഞിനെ പാടി ഉറക്കൂലേ, താരാട്ട് പാട്ടുകൾ അതുപോലെ. പൂങ്കുയിലേ പൂങ്കുയിലേ നാനെത്തന നാളാന കാത്തിരിപ്പേ, നാനെത്തന നാളാന കാത്തിരിപ്പേ, നാനേ കന്നിപ്പൊണ്ണ് ഞാനും വാടാതെ റോജ കണ്ണ് ഞാനും കാണാതെ റോജ കണ്ണ്. ഇത് സ്കൂബിയുടെ ക്യാരറ്റാണ് പൊന്നു, സ്കൂബിയുടെ ക്യാരറ്റാണ്. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി, കൊരലാരം കെട്ടി. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ. നിർത്തു മമ്മി, എനിക്ക് പാട്ട് കേൾക്കണ്ടെന്നാണ്. കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി, കൊരലാരം കെട്ടി. ഒഴുകിയിടും മാറ്റിൻ്റെ കൽപ്പടവിൻ ചാലിൽ ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു, തഴുകിയിരുന്നു. എന്ത് പറഞ്ഞു പറഞ്ഞേ?
ഇഷ്ടപ്പെട്ടില്ലേ? പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അതാണ് എണീറ്റ് പെട്ടെന്ന് എണീറ്റതേ. ഹായ് ബായ് പറഞ്ഞ് നിർത്ത് മമ്മി, എനിക്ക് ഒക്കം മഞ്ഞുണ്ട്, എനിക്ക് ഒക്കം മഞ്ഞുണ്ടെന്നാണ്. ഒഴുകിടും മാറ്റിൻ്റെ കൽപ്പടവിൻ ചാലിൽ ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി. മമ്മിയുടെ ഗോപാലകൃഷ്ണൻ നമ്മളിങ്ങനെ ആരും ഇല്ലെങ്കിലും കുഞ്ഞുമായിട്ട് ഇങ്ങനെ കളിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചൊക്കെ നടക്കും. അല്ല പൊന്നു, മമ്മി ഡാൻസ് കളിക്കും, മമ്മി പാട്ട് പാടിത്തരും, എൻ്റെ പൊന്നിനി എല്ലാം ചെയ്തു തരും. അല്ലേ പൊന്ന? അല്ലേ പൊന്ന? അല്ല പൊന്ന? കാർവർണ്ണൻ തന്നുടെ മേനിയിൽ കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനിയിൽ കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനിയിൽ കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാ. കണ്ണ് പാട്ട് കേട്ട് കിടക്കുന്ന കേട്ടോ. ചേട്ടൻ അപ്പുറത്ത് നിന്ന് എന്തോക്കെ തപ്പുന്നു, അതാണ് ആ സൗണ്ട് കേട്ട് അങ്ങോട്ട് നോക്കിയത്. നമ്മുടെ പൊന്നെവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. മമ്മിയുടെ സ്കൂബി എന്തേ ഒന്ന് കാണിച്ചു കൊടുത്തേ പൊന്നു. അമ്മീൻ്റെ കുറേ നാളായില്ലേ, പിന്നെ ഈ സ്കൂബിയൊക്കെ മറന്നു പോയോ നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ചോദിച്ച പൊന്നു? ചോദിച്ച പൊന്നു. മമ്മിയെയും സ്കൂബിയൊക്കെ എല്ലാ ഫ്രണ്ട്സും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ലോങ് വീഡിയോ ഇടാത്തതുകൊണ്ട് മറന്നു പോയോ? ഇനി മണ്ണ് പോയോ ചോദിച്ചേ. മണ്ണ് പോയോന്ന് അടി ഞങ്ങളെ മണ്ണ് പോയോ നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നു പോവല്ലേ എന്ന് പറ. കൈ കൊണ്ട് കാണിച്ചേ. മറന്നു പോവല്ലേ എങ്ങനെ കൈ കൊണ്ട് കാണിച്ചേ? ഒന്നും കൂടെ മറന്നു പോവല്ലേ എന്ന് എങ്ങനെ കാണിക്കുന്നേ? കൈ കൊണ്ട് പറഞ്ഞേ. കൈ കൊണ്ട് മറന്നു പോവല്ലേ കാണിച്ചേ. കാണിക്ക് പൊന്നോ, ഒന്ന് കാണിച്ചേ. എൻ്റെ മോൻ ഒന്ന് കൈ കൊണ്ട് കാണിച്ചു കൊടുത്തേ. മറന്നു പോവല്ലേന്ന് കൈ കൊണ്ട് കാണിച്ചിട്ടുണ്ടോ? മറന്നു പോവല്ലേ. ഗുഡ് ബോയ് ആണോ? ആ മറന്നു പോവല്ലേ. ആ മറന്നുപോലെ. ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ് എന്ന് പറഞ്ഞില്ലേ? അപ്പം കൊച്ച് എണീറ്റിരുന്ന് കാണിച്ചു തന്നതാട്ടോ. ബന്നോ പാടുന്ന ചേട്ടൻ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. മോനെ ഇഷ്ടപ്പെട്ടോ? ഏതോ ഒരു അപശ്രുതി വരുന്നില്ലേ പൊന്നോ? സമിച്ചേനാ എങ്ങനെ പൊന്നാ ചേട്ടൻ എങ്ങനെ കളിക്കുന്നേ? ചേട്ടനോട് കൊഞ്ചി എങ്ങനെ ചേട്ടൻ കളിക്കുന്നേ? എങ്ങനെ പൊന്നോ? മാനേനാ दिल धड़का ये पगला है समझाने से समझे ना समझे ना. മോൻ കളിച്ചേ എങ്ങനെ? ചേട്ടനും മോനും കളിച്ചേ. ഒന്ന് കാണട്ടെ. ഇയോ കളിച്ചേ.
ചേട്ടനോട് ബംഗാളി പാടാൻ പറ, ബംഗാളി പാട്ട്. ആ ഒരു സോങ് ആ പറ. എല്ലാ ബംഗാളി പാടും. ഡാൻസ് കളിക്കണണ്ട, കണ്ടോ കണ്ടോ? ഓ മോന്റെ കളിയൊക്കെ കണ്ടോ നിങ്ങള്? കണ്ടോ മോനും കളിക്കണ്? ആ തിങ്കിങ് ഓഫ് യു ഹരിഹരൻ സാർ. ആ dancing in the moonlight, I'm thinking of you. കണ്ണിലൂടെ thinking of you. I'm thinking of you. Hey Saloma, oh Saloma. Hey Saloma. കളിക്ക് പൊന്നു കളിക്ക്, പൊന്നു കളിക്ക്, പൊന്നു കളിക്ക്. ചേട്ടൻ മലയാളം പാട്ട് പാടണ്ട, ബംഗാളി ഹിന്ദി പാടും. നീ അവിടെ കിടന്ന് പറയാക്കോ. അച്ചു പൊന്നിന്റെ മോളെ എന്തിയടാ? അച്ചു ഭംഗിയ ഇങ്ങനെ സ്മാർട്ടാക്കടാ. എപ്പോഴിങ്ങനെ മൂകതയായിട്ട് ഇരിക്കാൻ പറ്റുമോ നമ്മള്? അച്ചോ 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 കണ്ടോ? ഇത്രയും നേരം ചേട്ടനായിട്ടുള്ളൊരു കളിയായിരുന്നേ. ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. മണി 9 പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ്, നല്ല പണിയിലായിരുന്നു. എൻ്റെ പാട്ടൊന്നും കേട്ട് സ്കിപ്പ് ചെയ്തു ആരും ഓടിക്കളയല്ലേ. എല്ലാവരും ഒന്ന് ചേട്ടൻ്റെയും മോൻ വെറുതെ ഒരു തമാശക്കൊക്കെ ചെയ്താണ്. നമ്മൾ വലിയ സിംഗറോ വലിയ ഡാൻസറോ ഒന്നും അല്ല. നമ്മൾ പാവം പിടിച്ച സാധാരണക്കാരായ ആൾക്കാർ. അപ്പോൾ വെറുതെ ഒരു രസം നമ്മളിങ്ങനെ നമ്മുടെ ഇവൻ്റെ അച്ഛനില്ല അപ്പം ഞാനും മോനൊക്കെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു രസം കേട്ടോ. നമ്മളിങ്ങനെയും പണിയെടുക്കുമ്പോഴും പാടിക്കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. നല്ല മൂഡ് വന്നാൽ പണിയെടുക്കുമ്പോഴും പാടിക്കൊണ്ട് കിടക്കും അല്ലേ പൊന്നാ? അപ്പോൾ നമ്മുടെ മോൻ പാട്ടൊക്കെ കേൾക്കാൻ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ അവന് കിടക്കേണ്ട സമയങ്ങളൊക്കെ ആയി, കിടക്കട്ടെ. കൊച്ചിൻ്റെ ഇതൊക്കെ വെച്ച് അവൾ കളിച്ച് കിടന്ന് ഉറങ്ങിക്കോളും. അവൻ്റെ കൈയും കാലൊക്കെ തുടച്ചു കൊടുത്തു, നല്ലവണ്ണം ഉറങ്ങിക്കോളും. ചുറ്റി ഡാൻസ് കണ്ടോ? അവനും ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ ചുറ്റൽ കണ്ടോ നിങ്ങൾ? ചേട്ടൻ കളിച്ചപ്പോഴും അവനും കളിച്ചതാണ്, ഡാൻസ് കളിച്ചതാണ്. കട്ടിലിൽ കിടന്ന് ചുറ്റി കണ്ടോ? ഷീറ്റൊക്കെ കാണിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ എത്ര ഷീറ്റൊക്കെ വിരിച്ചിരുന്നാലും ഇങ്ങനെ എന്നെ വരത്തുള്ളൂ. എന്നെ മാന്യ എൻ്റെ കൊച്ചിനോട് എനിക്ക് സ്നേഹക്കുറവൊന്നും ഇല്ലെന്നേ, നല്ല സ്നേഹമാണ് കേട്ടോ. സെറ്റ് മൊത്തം കീറി കേട്ടോ, സെറ്റ് കീറിയേ. അതുകൊണ്ട് ഞാൻ തയ്ച്ച് വെച്ചേക്കുന്ന വേറെ സെറ്റ് മേടിക്കാമെന്ന് വെച്ചാൽ ഇവനുള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല. കാരണം എന്തെന്നാണ്, ഇവൻ പിന്നെയും നഖം വെച്ച് അത് കീറി ഇതാക്കും. സെറ്റ് മൊത്തം കീറി അതിൻ്റെ ഇത് പുറത്തേക്ക് വന്നു. ഈ മാന്തലല്ലേ, പിന്നെ നഖം വെട്ടാൻ അവന് നഖം വെട്ടുന്ന ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു നഖം വെട്ടിക്കൊടുത്തു. ഒരു നഖം വെട്ടാൻ എനിക്ക് ഇവൻ ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയം വെട്ടാൻ പറ്റുള്ളൂ. 2 നെയിൽ കട്ടർ അവൻ്റെ അത് പെറ്റു തൂക്കാനിൽ നിന്ന് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറുതുകൊണ്ട് വലുതുകൊണ്ട്. ഇത് എങ്ങനെ കൊണ്ടുവരുന്നതെന്നാലും പെറ്റ് തൂക്കാനിലുള്ളവർ പറഞ്ഞു കേട്ടോ, നഖം വെട്ടുമ്പോൾ അറിയാവുന്നവർ വെട്ടണം, ബ്ലഡൊന്നും വരരുതെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഒരു ടെക്നിക്കിൽ ഞാൻ അവന് വെട്ടിക്കൊടുക്കുന്നു. ഇവിടെ വെട്ടാൻ ആൾക്കാർ വന്നാലും അവൻ നിൽക്കില്ല കേട്ടോ, മാസ്കൊക്കെ വെച്ചിട്ട് വേണം നിൽക്കാൻ. ഇവിടെ ഒരാൾ വരുമായിരുന്നു, പക്ഷേ മാസ്ക് വെച്ചിരുന്നാലും അവൻ എന്ത് ചെയ്താൽ നിൽക്കത്തില്ല. അപ്പോൾ അത് കാരണം ഞാനാ വെട്ടിക്കൊടുക്കുന്നു ഡീപ്പായിട്ട്. അത് മാത്രം എൻ്റെ മകനോട് പറയാൻ പാടില്ല. ശരീരത്ത് തൊട്ടുള്ള കളി അവന് അത് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. നെയിൽ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരിതാണ്. എന്നാലും ഞാൻ ഇനി കട്ട് ചെയ്യണം. സിസറൊക്കെ മേടിച്ചോണ്ട് സിസർ വരുമ്പോഴേ അവൻ ഓടി കട്ടിൻ്റെ അടിയിലൊക്കെ പോയി കിടക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ വയലൻ്റ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെ വയലൻ്റ് അവനായിക്കഴിഞ്ഞാൽ അവൻ ഒട്ടും ഇരിക്കില്ല. മറ്റേത് നല്ല ഡീപ്പായിട്ട് നല്ല ഉറങ്ങുമ്പോൾ ഞാൻ പതുക്കെ വെട്ടും, ഒരെണ്ണം വെട്ടും, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഒരെണ്ണം വെട്ടും. ഇവിടുത്തെ വെട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ വേണം വെട്ടാൻ. ഇതാണ് വെട്ടാൻ കേട്ടോ, ഇതാണ് വെട്ടാൻ. ഇത് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ അതേ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. ഹൽക്ക ചൂടുവെള്ളത്തിൽ ലുക്വാം വാട്ടറിൽ ഒന്ന് മസാജ് ചെയ്ത് എടുത്തു. എന്നിട്ട് അവന് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു.
സ്പ്രേ എന്ന് പറഞ്ഞാൽ എക്സറ്റിക്കിൻ്റെ സ്പ്രേ ആണ് കേട്ടോ, അല്ലാതെയൊന്നുമല്ല. ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് എക്സറ്റിക് പൗഡറാണ് കേട്ടോ. ഇത് ആൻറ്റി ടിക്സ് പൗഡറാണ് എക്സറ്റിക്. ഇത് നേരത്തെ റോസ് കളറിൽ ഇത് വരുമായിരുന്നേ, ഇപ്പം നീല കളറിലാണ് വരുന്നത്. ഇതാണ് നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന പൗഡർ. ഇതാണ്. ഇതൊക്കെ വന്നാൽ കുഞ്ഞു കുഞ്ഞു ടിക്സുകളും ഇതൊന്നും വരാറില്ല. ഇപ്പോൾ അതിൻ്റെ പൗഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സറ്റിക് സ്പ്രേ മേടിക്കാം. ഇതും നല്ലതാണ്, ഇതിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇതും ആൻറ്റി ടിക്സിൻ്റെ എക്സറ്റിക് സ്പ്രേ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ റിലീഫ് ഫാം എന്താണെന്ന് വെച്ചാൽ ഇവന് ഈ അലർജി ഈ കയ്യിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഗുളികയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ഗുളിക കിട്ടിയില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഈ സ്പ്രേ ആ അലർജിയിൽ അവിടെ ഈ അലർജി വരുമ്പോൾ ഒന്ന് കൈക്കാണ് ഇവന് കൂടുതൽ വരുന്നത്, ശരീരത്തൊന്നും വരാറില്ല. ചില പെറ്റ്സിനൊക്കെ ശരീരത്ത് സ്കിന്നിൻ്റെ ഇതാണ്. ഇതിപ്പോൾ അവന് പുറത്തു കേട്ടോ, ഒരുപാട് വലുതായിരുന്നു. ഇപ്പം ഞാൻ മെഡിസിനും ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് ഡോക്ടർ ഇതും തന്നു. ഇതും ഇടയ്ക്ക് വേണമെങ്കിൽ അടിക്കാം. പക്ഷേ ഇത് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവന് പേടിയാണ്, അവന് ഭയങ്കര പേടിയാണ് കേട്ടോ എല്ലാം. അപ്പോൾ നമ്മൾ വെറുതെ ഉള്ള പൗഡറൊന്നും എടുത്ത് ഇട്ട് കൊടുക്കരുത്, അതാ ചിലപ്പോൾ അവർക്ക് അലർജി വരും. അവർക്ക് ഇതുപോലത്തെ ആൻറ്റി ടിക്സ് പൗഡറൊക്കെ ഉണ്ട്, അതൊക്കെ വേണം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പല വീഡിയോസിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ ഇത് കണ്ടോ, നേരത്തെ എക്സറ്റിക് ആൻറ്റി ടിക്സ് പൗഡർ ഈ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ. ഇതിപ്പം ഈ കളറിലാണ് വരുന്നത്. ഇതിപ്പം നിർത്തി ഈ കളർ കേട്ടോ. പിന്നെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നാട്ടിൽ ഇതുപോലത്തെ പൗഡർ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചില ഡോക്ടർമാർ ഇവിടുത്തെ എഴുതി തരുമ്പോൾ അത് ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ്. ഇത് ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് 2-3 എപ്പോഴും കിട്ടൂല. ഇത് ബൂൺ ക്രീമാണ് കേട്ടോ. ഇത് ബൂൺ ക്രീം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പാദം, കൈയുടെ ഇവർ നമ്മൾ പുറത്തൊക്കെ നടന്നു വരുന്നതല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇടകളിൽ പിന്നെ ഈ പാദം, കൈയുടെ പാദം, കാലിൻ്റെ പാദങ്ങളിൽ, കാലിൻ്റെ അടിയിൽ, പാദമല്ല സോറി, അതിൽ ഈ വിരലുകളുടെ ഇടയിലൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ബൂൺ ക്രീം. ഇത് കണ്ടോ, ഇത് കൊടുക്കാം. ഇതും ഡോക്ടറിൻ്റെ സജസ്റ്റ് പ്രകാരം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പുരട്ടി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇത് ഒരു ഫ്രഷ്നെസ് സ്പ്രേ ആണ് കേട്ടോ. സൂപ്പർ ഫ്രഷ് എന്ന് പറയും, ഫ്രഷ്നെസ് സ്പ്രേ ആണ്. ഇതും അവന് ഇടയ്ക്ക് ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഫറവർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അലർജി ഇല്ലേ, അതിൽ നമുക്ക് സ്പ്രേയും തന്നിട്ടുണ്ട് ഡോക്ടർ, ക്രീമും തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ ക്രീം. അപ്പോൾ ഇവൻ ക്രീം തേക്കാനൊന്നും നിൽക്കത്തില്ല കേട്ടോ. ഇത് ക്രീം തേക്കാനൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ക്രീം ചിലപ്പം ഉറങ്ങുന്ന സമയം വന്ന് അക്കിക്കളയും കയ്യിലല്ലേ. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു വന്ന് അക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഡോക്ടറോട് മാസ്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയും മാസ്ക് വെക്കുമ്പോൾ അവന് സഫക്കേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സ്പ്രേ തന്നു. സ്പ്രേ വേണമെങ്കിൽ ഒന്ന് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സ്പ്രേ തന്നു. സ്പ്രേ ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം മെഡിസിൻ നിർത്തി. പിന്നെ അവന് ഉറങ്ങുന്ന സമയത്ത് ഞാനിത് പതുക്കെ ഈ ക്രീം, കൈക്കൊക്കെ സ്കിന്നിന് അലർജി വരില്ലേ, അപ്പോൾ ഇത് ഇവൻ്റെ ശരീരത്തൊന്നും വരാറില്ല, അവൻ്റെ കൈക്ക് മാത്രം. ഒരു 6-7 മാസം കൂടുമ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ മഴവെള്ളമോ വല്ലതും ഉണ്ടെങ്കിൽ അത് ചവിട്ടുകയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡോക്ടറിൻ്റെ സജഷൻ പ്രകാരമാണ് മേടിച്ച് വച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എക്സറ്റിക് സ്പ്രേ ഒക്കെ കിട്ടും, ഇതൊക്കെ മേടിക്കുക. ഡോക്ടറിനോട് നല്ല സ്മെല്ല് കേട്ടോ. ഞാൻ കൈ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴും അതേ സ്മെല്ലാണ്. അപ്പം അങ്ങനെ ഡോക്ടറിൻ്റെ സജഷൻ വഴിയാണ് ഞാൻ എല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ചോദിക്കുക, ഇതൊക്കെ അവിടെ കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൽക്കട്ടയിൽ കിട്ടുന്ന മെഡിസിൻ അവിടെ കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതെ, ഞാൻ മെഡിസിൻ ക്രീം കൊണ്ടുവന്നില്ലേ, അതാണ് അവൻ പെട്ടെന്ന് പോയത്. അതെ, ആ ക്രീമിൻ്റെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തന്നല്ലോ നിങ്ങളെ, അത് കണ്ടുകൊണ്ടാണ് പതുക്കെ അവൻ താഴെ ഇറങ്ങി. അവന് ഇഷ്ടമല്ല ക്രീം തേക്കുന്നത്, അതുകൊണ്ടാണ് മെഡിസിൻ കൊടുക്കുന്നത് കേട്ടോ. മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ
2 ടാബ്ലറ്റ്സ് ആണ്. ഒന്ന് പെറ്റ് തൂക്കാനെന്ന് കിട്ടും, ഒന്ന് ഹ്യൂമൻ ടാബ്ലറ്റ്സ് ആണ്. ഒന്ന് ലിസോറിൽ 600 ആൻറ്റിബയോട്ടിക്കും, ഒന്ന് പിന്നെ ഇട്രോൺ 200. ഇവൻ്റെ ഭാരവും ഇവൻ്റെ വയസ്സും നോക്കിയിട്ട് ഇട്രോൺ 200 എന്ന് പറയുന്ന രണ്ടാണ്. അത് അവിടെ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതാണ് ഇവരുടെ ഈ അലർജി സ്കിന്നിൽ വരുന്നിടത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം 1 മാസം കൊടുക്കുമ്പം തന്നെ ഇത് ഏകദേശം പോയി ആ അലർജിയൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇത്. ഞാൻ പല വീഡിയോസിൽ ഇതുപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ പെറ്റ് കടയിൽ നിന്ന് മേടിക്കുമ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പ്രിസ്ക്രിപ്ഷൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ ബുക്കുകൾ എല്ലാ ഇഞ്ചക്ഷൻ്റെ ബുക്കൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, പഴയ വീഡിയോയിൽ. അപ്പോൾ ഇനിയും കാണിച്ചു തരാം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഒന്ന് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. ബാബുനു അപ്പോൾ ഇവിടെ വാ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതെനിക്ക് ബായ് പറഞ്ഞേ. ബായ് 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 ബായ്. അവന് ആ ക്രീം കാണിച്ചുകൊണ്ടാണ് ഇറങ്ങി താഴെ നിൽക്കുന്നത്. ശരി, അവനെ ഉറക്കട്ടെ എങ്ങനെയെങ്കിലും. അവനെ കയറ്റി കിടത്തി ഉറക്കട്ടെ. അവന് ഉറങ്ങേണ്ട സമയമായി. നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും പൊന്നു പറഞ്ഞേ. അതുവരേക്കും ബായ് ബായ്. അതുവരേക്കും ബായ് പറഞ്ഞേ. ബായ്.